ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നെന്നറിയോ? ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിൽ മെയിൻ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ എന്തായാലും ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. എന്ത് ക്ലാസ് ആണെന്നറിയാമല്ലോ? മണി ഏണിങ്ങിൻ്റെ മണി ഏണിംഗ് മാനിഫെസ്റ്റേഷൻ ഫ്രീ ക്ലാസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഒരു 8 മിനിറ്റ് ഏകദേശം ലെങ്തിൽ വരുന്നൊരു ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം 8 മിനിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇനി ഇതിൽ ചുരുക്കാൻ പറ്റില്ലടേ. കാരണം ഇതിൽ ഇനി ചുരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അഫോമേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഞാൻ സ്പീഡിന് അഫോമേഷൻസ് പറയുമ്പോഴത്തേക്ക് അത് താഴെ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, അഫോമേഷൻസ് എന്താ, അത് പ്രോപ്പർ വർക്കാവാൻ എന്താ ചെയ്യുന്നത്, പിന്നെയും എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങും. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന എപ്പോഴാണോ, ഇപ്പോൾ ഇന്ന് രാത്രിയാണെങ്കിൽ ഏത് നേരമാണോ ഈ വീഡിയോ കാണുന്നത്, ആ നേരം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്ഥലത്ത് പോയിരിക്കുക. ഫസ്റ്റ് വേണ്ടത്, നിങ്ങൾ ആദ്യം മൈൻഡ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. ഓക്കെ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മുഖമൊക്കെ കഴുകിയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ഉറങ്ങി ഇങ്ങനെ ഇരിക്കത്തില്ലേ. അപ്പോൾ ആ ഉറങ്ങിയിരിക്കുന്ന സിറ്റുവേഷനിൽ ടീച്ചേഴ്സ് എന്താ പറയുന്നത്, പോയി മുഖം കഴുകിയിട്ട് വാ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ നമുക്കൊരു ഉണർവ് കിട്ടും. നമുക്ക് അവിടെ ഒരു ഉറക്കത്തിൻ്റെ ചടവും കാര്യങ്ങളും മാറി ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ ആദ്യം പോയി മുഖം ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുക, മുഖം ജസ്റ്റ് ഒന്ന് കഴുകുക. അതിനുശേഷം രണ്ടാമത് വേണ്ട, നമ്മൾ കൈയും ഇതൊക്കെ നമ്മളൊന്ന് വൃത്തിയായിട്ട് കഴുകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഞാനൊരു ഹൈജീനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മളൊരു വൃത്തിയാണ് മെയിൻ ഉദ്ദേശിച്ചത്. നമ്മൾ വൃത്തിയായിട്ട് കൈയും മുഖമൊക്കെ ഒന്ന് കഴുകുന്നു. കഴുകിയതിന് ശേഷം മുഖം ജസ്റ്റ് ഒന്ന് കണ്ണും മുഖമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച ശേഷം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കണമെന്ന്. അതായത് ഞാൻ ഇതിപ്പോൾ ഇതൊരു വലിയ ബുക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ വലിയ ബുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേജ് നമുക്ക് കാണുമല്ലോ. അപ്പോൾ കുറേ നമുക്ക് എഴുതാനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചെറിയ ബുക്കിനേക്കാളും കുറച്ചും കൂടെ നല്ലത് വലിയ ബുക്കാണ്. ഇനി നിങ്ങൾക്ക് വലിയ ബുക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറിയ ബുക്കാണെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പോവുക. ഓക്കെ. നിങ്ങളുടെ റൂമോ, ചിലപ്പോൾ നിങ്ങളുടെ റൂം വൃത്തിയില്ലാതിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്, അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഏതാണോ ആ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലേസിലേക്ക് ചെല്ലുക. എന്തുകൊണ്ടാണ് ചെല്ലേണ്ടത്? നിങ്ങളുടെ ബുക്കും എടുത്തുകൊണ്ടാണ് ചെല്ലേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം, ഒരു സീക്രട്ട് ബുക്ക് വേണം. ഇന്നിപ്പോൾ ഇത് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബുക്കും എടുത്തുകൊണ്ട് നാളെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് പോകരുത്. അതായത് നിങ്ങൾക്കുള്ളൊരു സീക്രട്ട് ബുക്കിലായിരിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ നേടേണ്ട കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് എത്ര മണി വേണം, നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബുക്കായിരിക്കണം ആ ഒരു ബുക്ക് ഒരുപാട് ആൾക്കാരെ കാണിക്കാനും പാടില്ല. നിങ്ങളുടെ സീക്രട്ട് ഡയറി ആയിരിക്കണം. ഓക്കെ. നമ്മളുടെ വിജയങ്ങളൊന്നും സക്സസ് ആവുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്നു, നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കിട്ടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറയുകയാണ്, പിറ്റേ ദിവസം അതിൻ്റെ കാര്യം പോക്കാണ്, നമുക്ക് കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, വിജയിക്കുന്നത് വരെ ആ വിജയിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ മാക്സിമം പറയാതിരിക്കുക. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഹീൽ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു റൂമിലിരുന്നു, നമ്മളൊരു ബുക്കുമായിട്ടിരുന്നു. ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്. ഓക്കെ. നടുനിവർന്ന്, നമ്മൾ ബാക്ക് ബോണൊക്കെ നല്ല രീതിയിൽ നിവർത്തിയാണ് ഇരിക്കേണ്ടത്. അത് നമ്മൾ നട്ടൽ നിവർത്തി ഇരിക്കത്തില്ലേ, നട്ടൽ നിവർത്തി നമ്മൾ ഇരിക്കുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ്, അതായത് ആദ്യം പറഞ്ഞു തരേണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് അവെയർനെസ് ആൻഡ് എനർജി ക്ലെൻസിങ് ആണ്. അപ്പോൾ എനർജി ക്ലെൻസിങ്ങിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പണമില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ഒരു തോൽവിയായി മാറും. അതുകൊണ്ട് എനിക്ക് പണമാണ് അത്യാവശ്യം, എനിക്ക് പണമുണ്ട്, എനിക്കതിന് കഴിവുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാലോചിക്കുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ടേ പറ്റൂ.
മറ്റുള്ളവർ പലതും പറയും, അതൊന്നും എൻ്റെ ചെവിയിൽ ഇനി മുതൽ ചെവിക്കൊള്ളില്ല. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ വിജയത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. ഓക്കെ, ഞാനിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ വിജയത്തിലേക്കുള്ള ഒരു പാതയാണ്, അല്ലെങ്കിൽ ഒരു വഴി മാത്രമാണ്. ഇത് നിങ്ങൾ ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് മനസ്സിലാലോചിക്കുക. അതിനുശേഷം നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ഒരു 3 ടൈംസ് എടുക്കുക. വളരെ സ്ലോ ആയിട്ട്, ഭയങ്കര സ്പീഡിനൊന്നും എടുക്കുക. അത് വളരെ സ്ലോ ആയിട്ട് കാമായിട്ട് നിങ്ങൾ എടുക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഭയക്കുന്ന വസ്തു എന്ന് പറയുന്നത് പണമല്ല, എനർജിയാണ്. അതിനെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. എല്ലാവരും പണത്തെ പേടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കയ്യിലുള്ളപ്പോഴല്ല പേടിക്കുന്നത്, പണം ഇല്ലാത്തപ്പോൾ ഈ പണം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ട സെൻറ്റൻസ് ഇതാണ്, നമ്മൾ ഭയക്കുന്ന വസ്തു എന്ന് പറയുന്നത് പണമല്ല, പണത്തെ ഞാൻ സ്നേഹിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. എനർജിയാണ് ഞാൻ പേടിക്കുന്നത്, അതിനെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, സ്നേഹിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആണ്. മൈൻഡ്, അതായത് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഷിഫ്റ്റ്, അതായത് മൈൻഡ് സെറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് പറയുന്ന 3 അഫർമേഷൻസ് ഉണ്ട്. ഇത് സ്പേസ് ഇട്ട് പറയുക. 5 പ്രാവശ്യമാണ് ഇത് പറയേണ്ടത്, 5 പ്രാവശ്യം. ഓക്കെ. എനിക്ക് പണം ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. എനിക്ക് പണം ആകർഷിക്കുവാനുള്ള ശക്തിയുണ്ട്. ഒന്നാണേ, ഇത് 5 പ്രാവശ്യമാണേ പറയേണ്ടത്. അടുത്ത രണ്ടാമത്തത്, പണം എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തത്, പണം എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തത്, ഞാൻ ധനവാനായ മനസ്സാകുന്നു. ഞാൻ ധനവാനായ മനസ്സാകുന്നു. അതായത് എൻ്റെ മനസ്സിൽ എന്തുണ്ട്, ആ ഒരു സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ധനവാനായ മനസ്സ് ആകുന്നു. ഇത് 3 അഫർമേഷൻസ് ആണ്. വളരെ സ്പേസ് ഇട്ട് എന്ത് ചെയ്യുക, ഇത് പറയാം. ഇനി അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ബുക്ക് പതിയെ തുറക്കുന്നു. തുറന്ന ശേഷം ഒരു പേജ് എടുക്കുന്നു, ഫസ്റ്റ് പേജ് എടുക്കുന്നു. ഫസ്റ്റ് പേജിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ബാങ്കിൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ 10,000 ആണെങ്കിൽ 10,000 രൂപ ബാങ്കിൽ പണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ 10,000 ഉണ്ട്. തന്നതിന് യൂണിവേഴ്സിന് നന്ദി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ എത്രയാണോ ഡാഷ് ഇത്ര പണമുണ്ട്, ഇത് തന്നതിന് നന്ദി. ഡാഷ് പണമുണ്ട്, ഇത് തന്നതിന് നന്ദി. അല്ലെങ്കിൽ ഡാഷ് ഈ പണം തന്നതിന് നന്ദി. ഓക്കെ, ഇത് നമ്മൾ എഴുതുന്നു. ഓക്കെ. അതിനുശേഷം എന്താണ്, വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അത് ഉണ്ട് എന്ന രീതിയിൽ, അതായത് നിങ്ങൾ ഈ ഒരു ബുക്കിനകത്ത് എഴുതിയ ശേഷം 5 പ്രാവശ്യം ഈ ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നു, 5 പ്രാവശ്യം ഈ പണത്തെക്കുറിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും രൂപ പണമുണ്ടെന്ന് പറഞ്ഞ് 5 പ്രാവശ്യം എഴുതുന്നു. 5 പ്രാവശ്യം തന്നെ ആ പണം, നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടത് ആ പണം ഉണ്ടെന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതിയത്. എഴുതിയ ശേഷം അതെന്ത് ചെയ്യുന്നു, ഉറക്കെ പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 5 പ്രാവശ്യം എഗെയിൻ പറയുന്നു. 5. ഓക്കെ, 5 പ്രാവശ്യം എഗെയിൻ പറയുന്നു. അതിനുശേഷം നിങ്ങൾ ബുക്ക് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വരുന്നതായിട്ട് നിങ്ങൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുന്നു. വിഷ്വലൈസ് ചെയ്ത ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്ത ബുക്ക് ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുന്നു. മാറ്റി വെച്ച ശേഷം ലെറ്റ് ഗോ മെത്തേഡ് ചെയ്യുന്നു. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കരുത്, ആ ഒരു കാര്യം നിങ്ങൾ വിടുന്നു. ഇത്രയാണ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം. ഇതാണ് ഫസ്റ്റ് ടെക്നിക്ക്. ഇത് നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ബൈ.